ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സെക്സ് ആണ്. സെക്സ് പ്രോപ്പറായി അച്ചീവ് ചെയ്തെങ്കിൽ മാത്രമേ ദാമ്പത്യ ജീവിതം സ്മൂത്തായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, സെക്ഷൽ ഹെൽത്ത് ഇവയെല്ലാം ഇംപ്രൂവ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് സെക്ഷുവാലിറ്റി അഥവാ ലൈംഗികത എന്ന് പറയുന്നത്. ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഹൗ ടു ഇംപ്രൂവ് യുവർ സെക്ഷൽ ഹെൽത്ത്. പങ്കാളികൾക്കിടയിൽ എങ്ങനെ സെക്ഷൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. പങ്കാളികൾക്കിടയിൽ നല്ല രീതിയിലുള്ള ഇമോഷണൽ കണക്ഷൻസും ലവും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ സെക്സ് പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ മാത്രമാണ് സെക്ഷൽ ഡിസയേഴ്സും ലിബിഡോസും ഒക്കെ ഉണ്ടാകുന്നത്. സെക്ഷൽ ഫീലിംഗ്സിനെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഭാഗം ബ്രെയിൻ തന്നെയാണ്. ബ്രെയിൻ ഹോർമോൺസിനെ കൺട്രോൾ ചെയ്യുന്നു. ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്ലാൻഡും വഴി സ്ത്രീ ലൈംഗിക ഹോർമോണായ ഈസ്ട്രജനെയും പുരുഷ ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്റെറോണിനെയും കൺട്രോൾ ചെയ്യുന്നു. അട്രാക്ഷനും ഇമോഷൻസും സെക്സ്വൽ ഡിസയേഴ്സും ലിബിഡോയുമെല്ലാം നമ്മുടെ മനസ്സിൽ ഉണർത്തുന്നത് ബ്രെയിൻ തന്നെയാണ്. നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന, എൻജോയ്മെന്റ് ഉണ്ടാക്കുന്ന ഡോപ്പമിൻ, സെറട്ടോണിൻ, ഓക്സിറ്റോസിൻ എന്നീ കെമിക്കൽസിന് സെക്ഷുവാലിറ്റിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ തന്നെയുണ്ട്. മനുഷ്യരിലുണ്ടാവുന്ന ചില മാനസികാവസ്ഥകൾ, അതായത് ആൻസൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ് തുടങ്ങിയിട്ടുള്ള മാനസികാവസ്ഥകൾ ബ്രെയിനിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. ഇത്തരം മാനസികാവസ്ഥകൾ ഉണ്ടാകുന്ന സമയത്ത് അത് സെക്ഷൽ ഹെൽത്തിനെ കാര്യമായിട്ട് ബാധിക്കാറുണ്ട്. കൂടാതെ ഫിസിക്കൽ ഇൽനെസ് ആയ ഡയബറ്റീസ്, പ്രമേഹം, ബ്ലോക്ക്, അറ്റാക്ക് ഇവയും കാര്യമായിട്ട് തന്നെ സെക്ഷൽ ഹെൽത്തിനെ ബാധിക്കുന്നു. നമ്മുടെ ഉറക്കം, ഭക്ഷണശീലം, വ്യായാമം, പങ്കാളികൾക്കിടയിലെ കമ്മ്യൂണിക്കേഷൻ, മറ്റു ബാഡ് ഹാബിറ്റ്സുകൾ ഇതെല്ലാം സെക്ഷുവാലിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി നമുക്ക് സെക്ഷൽ ഹെൽത്തിനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഹെൽത്തി ഫുഡാണ്. നിങ്ങളുടെ ഭക്ഷണത്തില് ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, ഡ്രൈ ഫ്രൂട്ട്സ്, പ്രോട്ടീൻ ആയിട്ടുള്ള ഫിഷ്, ഡാർക്ക് ചോക്ലേറ്റ്, എഗ് എന്നിവ ഉൾപ്പെടുത്തുക. പ്രോസസ്ഡ് ഫുഡ്, ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് ഇതെല്ലാം കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ സെക്ഷൽ ഹെൽത്തിനെ മോശമായി ബാധിക്കും. അതേപോലെ ഓയിലി ഫുഡും ഫാസ്റ്റ് ഫുഡും സെക്ഷൽ ഹെൽത്തിനെ മോശമായിട്ട് തന്നെ ബാധിക്കുന്നതാണ്. 2, ആവശ്യത്തിനുള്ള ഉറക്കം. ഉറക്കം നിങ്ങളുടെ സെക്ഷൽ ഹെൽത്തിനെ മാത്രമല്ല മെന്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും മോശമായി ബാധിക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉറക്കം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ മാനസികവും ശാരീരികവും ലൈംഗികപരമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ. ശരിയായ ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ ദേഷ്യം ഉണ്ടാവുകയും ദേഷ്യം ഉണ്ടാകുന്ന സമയത്ത് സെക്ഷൽ ഡിസയേഴ്സും ലിബിഡോയും ഒന്നും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് 8-9 മണിക്കൂർ കാര്യമായിട്ട് തന്നെ ഉറങ്ങേണ്ടത്. ആവശ്യത്തിന് ഉറങ്ങിയിട്ടില്ലെങ്കിൽ അത് സെക്ഷൽ ഡിസയേഴ്സിനെയും ലിബിഡോയെയും ബാധിക്കുകയും ഹോർമോൺസ് ലെവലിനെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് രാത്രിയിൽ 8-9 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക. 3, എക്സസൈസ് ഡെയിലി. ദിവസവും വ്യായാമം ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ അവയവങ്ങളെ ആരോഗ്യകരമായി നിലനിർത്തുക മാത്രമല്ല നിങ്ങളുടെ മാനസികാരോഗ്യവും ലൈംഗികാരോഗ്യവും വളരെയധികം മെച്ചപ്പെടുത്തുക. ഡെയിലി എക്സസൈസ് ചെയ്യുന്നത് മൂലം സെക്സ് ഓർഗൻസിലേക്കുള്ള ലൈംഗിക അവയവങ്ങളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുകയും നല്ല ലൈംഗിക സുഖം കിട്ടുകയും ചെയ്യുന്നു. കൂടാതെ ഡെയിലിയുള്ള എക്സസൈസ് എൻഡോർഫിന്റെ ഉൽപാദനം വർദ്ധിക്കുന്നത് മൂലം നല്ല മാനസികാവസ്ഥ ഉണ്ടാക്കുകയും ആങ്സൈറ്റിയും സ്ട്രെസ്സും കുറയ്ക്കുവാനും സഹായിക്കും. 4, മദ്യപാനവും പുകവലിയും. മദ്യപാനവും പുകവലിയും മൊത്തത്തിലുള്ള നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. നിങ്ങളുടെ സെക്സ് ഓർഗൻസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും അതുമൂലം ഇറക്ടൈൽ ഡൈസ്ഫങ്ഷൻ ഉണ്ടാവുകയും മറ്റു അസുഖങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു. 5, കമ്മ്യൂണിക്കേഷനാണ്. പാർട്ട്നേഴ്സിനിടയിലുള്ള പങ്കാളികൾക്കിടയിലുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ ആരോഗ്യകരമായ ലൈംഗിക ബന്ധത്തിന് സഹായിക്കുന്നു.
പരസ്പരം ഇഷ്ടങ്ങൾ മനസ്സിലാക്കുകയും വിട്ടുവീഴ്ചകൾ ചെയ്യുവാനും ആശയവിനിമയം മൂലം സഹായിക്കുന്നുണ്ട്. 6. ഹൈജീൻ, ശുചിത്വം. ഹൈജീൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്റർകോഴ്സിന് മുമ്പ് പ്രൈവറ്റ് പാർട്സ് വൃത്തിയാക്കുന്നതിന് മുമ്പും പിൻപും കൈകൾ രണ്ടും നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുക. പുരുഷന്മാരാണെങ്കിൽ ലിംഗത്തിന്റെ അഗ്രഭാഗം പിന്നോട്ട് വലിച്ച് അവിടെ നന്നായിട്ട് വൃത്തിയാക്കുകയും വൃഷണസഞ്ചിക്കും ലിംഗത്തിനും ഇടയിലുള്ള ഭാഗങ്ങൾ നന്നായിട്ട് വൃത്തിയാക്കുകയും ചെയ്യുക. അതല്ലെങ്കിൽ പല വിധത്തിലുള്ള ഇൻഫെക്ഷൻസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സുഗന്ധദ്രവ്യങ്ങളോ ചൂടുവെള്ളങ്ങളോ ഒന്നും പ്രൈവറ്റ് പാർട്സിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഒന്നിൽ കൂടുതൽ ആളുകളുമായിട്ടുള്ള ലൈംഗിക ബന്ധം പല വിധത്തിലുള്ള ലൈംഗിക രോഗങ്ങൾക്ക് കാരണമാകും. മാത്രമല്ല അത് മാനസിക പ്രശ്നങ്ങൾക്കും കാരണമാകും. ഇന്റർകോഴ്സിൽ ഏർപ്പെടുമ്പോൾ സുരക്ഷിതമായിട്ടുള്ള ലൈംഗിക ബന്ധം ശീലിക്കുക. അനാവശ്യമായിട്ടുള്ള ഗർഭധാരണം, അണുബാധ ഇവ തടയാൻ സുരക്ഷിതമായിട്ടുള്ള ലൈംഗിക ബന്ധം സഹായിക്കും. ആവശ്യമായ ചെക്കപ്പുകൾ നടത്തുക. സ്തനാരോഗ്യ പരിശോധന, പ്രോസ്റ്റേറ്റ് ചെക്കപ്പ്, STI, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ എന്നിവ പരിശോധിക്കുക. ആവശ്യമെങ്കിൽ ഡോക്ടറെ കാണുവാനും മടിക്കരുത്. ടേക്ക് കെയർ.